ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബ്ലോഗ് പേജ് എങ്ങനെ ഫോളോ ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ബ്ലോഗാണ്. honagui.blogspot.com എന്നൊരു ബ്ലോഗ് പേജാണ്. ഓക്കെ, ഇവിടെ മിക്കവാറും ഈ ഒരു ഭാഗത്തായിരിക്കും ഫോളോ ബട്ടൺ ഉണ്ടാവുക. ഓക്കെ, കണ്ടോ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 വര കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഈ ഭാഗത്തായിരിക്കും ഫോളോ ബട്ടൺ കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ എന്നുള്ളൊരു ആ ഒരു ഇതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ പേജ്. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഫോളോ ഹോനഗുയി പബ്ലിക്ലി ആസ് xmock@gmail.com. Your profile will appear in the bloggers followers list. Then you will receive updates of blogs posts in your reading list on blogger.com. Okay, your profile can updated by visiting viewers about me. Okay, the page. അപ്പോൾ ഇവിടെ ഫോളോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോഗിൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു ബ്ലോഗിൽ honagui.blogspot.com എന്ന ഈ ബ്ലോഗിൽ ഞാനൊരു ഫോളോവറായി. വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാതെ ഒരു ബ്ലോഗ് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കഴിയില്ല. ഏത് വെബ്സൈറ്റും കാര്യങ്ങളായാലും നിങ്ങൾക്കൊരു അക്കൗണ്ട് എന്തായാലും മൊബൈലിൽ ഉണ്ടാക്കണം. ഓൾറെഡി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഇല്ലാതെയാണ് നിങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ, ബ്ലോഗ് പേജൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള വളരെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് ക്രിയേറ്റുള്ള പേജ് ഓപ്ഷൻ വരും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക അങ്ങനെ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കലൊക്കെ. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഈ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching. Have a nice day.